ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഇത് വിഷുവിനെടുത്ത വീഡിയോ ആണ്. 2 ദിവസം ലേറ്റായിപ്പോയി വീഡിയോ ഇടാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഇതാണ് ഞങ്ങളെ കണി. അപ്പോൾ രാവിലെ എണീറ്റ് ഒരു 3-3:30 ആ സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് ഇതാ വിഷുക്കണി വെക്കാൻ വേണ്ടി ഇതാ വിളക്കെല്ലാം കത്തിച്ച് എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ വിഷുക്കണി ഞാൻ ഒറ്റക്കല്ല, ഏട്ടനും കൂടി കുറച്ച് സഹായിച്ചിട്ടുണ്ടേനു. എന്താണെന്ന് വെച്ചാൽ ഒറ്റക്ക് ഞാൻ ഇത്രയും കാലമായിട്ട് ഒറ്റക്ക് അങ്ങനെ ഒരുക്കിയിട്ടില്ല. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ തന്നെയാണ് ഒരുക്കാറുള്ളത്. പിന്നെ ഈ മാല രണ്ടും, ഇതിൽ ഒരു മാല ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ച മുല്ലമാല, പിന്നെ ഈ കാണുന്ന തുളസിയും അതുപോലെ തന്നെ ചെക്കിയും, രണ്ടും കൂടി ഞാൻ പിരിച്ച് കെട്ടിയ മാലയാണ്. പിന്നെ അപ്പവും കാര്യമെല്ലാം പുറത്തുനിന്ന് വാങ്ങിയതാണ്. എനിക്ക് അപ്പമൊന്നും ഉണ്ടാക്കുന്ന അറിയാത്തതുകൊണ്ട് അതിൻ്റെ കൂട്ടൊന്നും അറിയാത്തതുകൊണ്ട് അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ ഇതാ മക്കളെല്ലാം വിഷുക്കണി ഇതാ കാണിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം മോൻ എണീക്കാൻ കുറച്ച് ടാസ്കേനു. പിന്നെ മോൾക്ക് ചെറിയൊരു പനിയുള്ളതുകൊണ്ട് അവൾ ആ സമയത്തായിരുന്നു ഉറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഉണർത്താൻ വലിയ പാടില്ലായിരുന്നു. അങ്ങനെ അവളെ വിഷുക്കണി കാണിച്ചു. പിന്നെ ഇതാ ഞാൻ അമ്പലത്തിൽ പോയി ഇതാ 1 രൂപ നാണയവും പിന്നെ അതേപോലെ തന്നെ ഒരു അപ്പവും കിട്ടിയിട്ടുണ്ടേനും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഇതാ മാമീൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. മാമീൻ്റെ വീട്ടിലാണ് ഇന്ന് സദ്യ. എല്ലാവർക്കും ഇന്ന് അവിടെയാണ് സദ്യ. എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളെല്ലാവരെയും, എൻ്റെ അമ്മയും അച്ഛനും ഒഴികെ ബാക്കി എല്ലാവരും, അവർ വരുന്നില്ല എന്ന് പറഞ്ഞ് തലേന്ന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞില്ല വരുന്നില്ല എന്ന്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി മാമീൻ്റെ വീട്ടിൽ തറവാട്ടിൽ നിന്ന് ആഘോഷിച്ച് ഞാൻ വരുമ്പോഴത്തേക്ക് പുളി, പിന്നെ അതുപോലെ തന്നെ പച്ചടി, പിന്നെ നമ്മുടെ ഈ വെള്ളരി മോരൊഴിച്ച് വെക്കുന്ന കറിയില്ലേ, വെന്തിക്കറി എന്നാണ് ഞങ്ങൾ പറയാം. അപ്പോൾ അതൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ പ്രഥമൻ്റെ പായസമാണ്, നല്ല അടിപൊളി പായസമായിരുന്നു. അപ്പോൾ അതൊക്കെ ചോറും കറിയെല്ലാം ആയപ്പോൾ ഞങ്ങളിതാ അച്ചാച്ചനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അച്ചാച്ചൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മേൻ്റെ അച്ഛനാണ്. അപ്പോൾ 1 വർഷം കഴിഞ്ഞ് മരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ദിവസങ്ങളിൽ, വിശേഷ ദിവസങ്ങളിൽ ഇങ്ങനെ അകത്ത് വെച്ച് കൊടുക്കാമെന്ന് പറയും. അങ്ങനെ ഇതാ ഓരോരുത്തരെ കൊണ്ട് ഓരോരോ വിഭവങ്ങൾ വിളമ്പിക്കുന്നുണ്ട്. പിന്നെ എല്ലാം ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ വീഡിയോക്ക് ലെങ്ത്ത് കൂടില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അത് ആ മോളെ കൊണ്ട് ഞാൻ ഓരോ കഷ്ണം ചിക്കൻ പീസെല്ലാം ഇങ്ങനെ വെപ്പിക്കുന്നുണ്ട്. ഓള് കണ്ടിട്ടില്ല അച്ചാച്ചന. ഇവളും ജനിക്കുന്നതിൻ്റെ 6 ദിവസം മുന്നെയാണ് മരിച്ചത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, കാരണം മോനെ കണ്ടിട്ടുണ്ടായിരുന്നു, ഓളെ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ വെച്ച് എനിക്കിപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. അപ്പോൾ അതൊക്കെ വെച്ച് ഞങ്ങളിത് അരിയൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടി അരിയൊക്കെ കുടഞ്ഞ് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് നല്ല അടിപൊളി സദ്യയൊക്കെ കഴിക്കുന്നുണ്ട്. സദ്യ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും വേറെ പച്ചക്കറിയാണ്, അങ്ങനെയല്ല. നമ്മൾ ഈ ഭാഗത്ത് വടക്ക് ഭാഗത്ത് അങ്ങോട്ടൊക്കെ നോൺ വെജും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള സദ്യ ആയിരിക്കില്ലേ. അപ്പോൾ എല്ലാവരും കൂടി ഇതാ ഭക്ഷണം കഴിക്കുന്നുണ്ട്. നല്ല പായസം നല്ല അടിപൊളിയായിരുന്നു. മാമിയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അടിപൊളി പായസവും നല്ല പഴവും പപ്പടമൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു മോക്കൊരിത്തിരി സദ്യ ഒന്ന് കൊടുത്ത് നോക്കാം. അങ്ങനെ അവളെ വെറുതെ ഒന്ന് ഇലയിട്ടിട്ട് മുന്നിലിരുത്തിയതാണ്. പിന്നെ ഞാൻ ഈ കയ്യിൽ കുറച്ച് രസമെല്ലാം വാങ്ങുന്നുണ്ട്. രസം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ടേസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി രസമൊക്കെ വാങ്ങി. പിന്നെ ഞാനിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാനും അതുപോലെ തന്നെ മാമയും എല്ലാവരും ഒപ്പരായിരുന്നു ഇരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വൈകുന്നേരം വെറുതെ ഒന്ന് അറക്കൽ തീരം പാർക്കിലൊന്ന് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവിടെ ഒരുപാട് ആളുണ്ടായിരുന്നു. അങ്ങനെ സാധാരണ കഴിഞ്ഞ വർഷമൊന്നും അങ്ങനെ ആളുണ്ടായിരുന്നില്ല. ഇപ്പോൾ പാർക്ക് വിപുലീകരിച്ച് വരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ മോള് അതിലിടക്ക് ഊഞ്ഞാലാടാൻ വേണ്ടി കരഞ്ഞപ്പോൾ ഓളെ വെറുതെ ഒന്ന് കുറച്ച് സമയം ഇങ്ങനെ ആട്ടി. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ കുറച്ച് കമ്പിത്തിരിയും മത്താപ്പൂവെല്ലാം കത്തിച്ച് നല്ല ലാവിഷാക്കി ഞാനും മോനും. പിന്നെ ഹസ്ബൻഡ് ഇല്ലായിരുന്നു, വേറെ പരിപാടി ഉണ്ടായിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കത്തിച്ച്. അപ്പോൾ ഈ കൊല്ലത്തെ വിഷു ഇതോടുകൂടി കഴിഞ്ഞ് ഇനി അടുത്ത വർഷം നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. പിന്നെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.